CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ വീട് മരുതൻകുഴി കൂട്ടാമ്പള റോഡിലുള്ള വസതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്, അതായത് മകൻ ബിനീഷ് കോടിയേരി താമസിക്കുന്ന വീട് ഇന്ന് പുലർച്ചെ 3:30-ക്കാണ് ഒരു സംഘം അടിച്ചു തകർത്തത്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഈ ആക്രമണം എപ്പോഴാണ് അറിയുന്നത്? ഞാനിന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ സംഭവം കഴിഞ്ഞതിന് ശേഷം ട്രെയിനിൽ കണ്ണൂരിൽ നിന്ന് തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ ഫോൺ ചെയ്തിട്ട് അറിഞ്ഞപ്പോഴാണ് ഞാൻ സംഭവം അറിയുന്നത്. അപ്പം ഇത് 4 മണിക്ക് മുമ്പ് 3:30-ക്ക് ശേഷമാണ് പുലർച്ചെ സംഭവം നടന്നതായിട്ട് വിവരം കിട്ടിയത്. ഇത് ആസൂത്രിതമായി നടത്തിയിട്ടുള്ളൊരു സംഭവമാണിത്. ഞാനിവിടെ ഇടയ്ക്ക് താമസിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കി CPM സംസ്ഥാന സെക്രട്ടറി താമസിക്കാനിടയുണ്ട് എന്ന് കണ്ടുകൊണ്ട് നടത്തിയൊരു ആക്രമണമാണ്. ഇത് BJPയുടെ സംസ്ഥാന നേതൃത്വം, RSSൻ്റെ നേതൃത്വം ആസൂത്രണം ചെയ്തൊരു സംഭവമാണിത്. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവത്തിന് വേണ്ടി സാധാരണഗതിയിൽ ആരും തയ്യാറാവില്ല. ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ നിരവധി സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ, CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി കാട്ടാക്കട ശശി, ജില്ലാ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള പുഷ്പലത, കരമനഹരി, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് സുന്ദർ, കൗൺസിലറായിട്ടുള്ള IP ബിനു, മറ്റൊരു കൗൺസിലർ റസിയ, CPMൻ്റെ മറ്റ് നേതാക്കന്മാർ, ഇവരുടെയൊക്കെ വീടുകൾക്ക് നേരെ ആക്രമണം നടന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഈ സംഭവം അവർ ചെയ്തിട്ടുള്ളത്. BJP ഇന്ന് കേരളത്തിൽ വലിയ പ്രതിസന്ധിയിലാണ്. ഈ മെഡിക്കൽ കോളേജ് കുംഭകോണം പുറത്തു വന്നതോടുകൂടി അവരുടെ മുഖം വികൃതമായിരിക്കുകയാണ്. ഇന്ന് ചർച്ച മുഴുവൻ BJPയുടെ അഴിമതിയെക്കുറിച്ചാണ്. ആ ചർച്ചയുടെ ഗതി മാറ്റി അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആസൂത്രണം ചെയ്തിരിക്കുന്നൊരു സംഭവമാണിത്. പ്രത്യേകിച്ച് BJPയുടെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ കേരളത്തിലെ BJPയെക്കുറിച്ച് വളരെ മോശമായ നിലയിലേക്ക് ചിന്തിക്കുന്ന അവസ്ഥ വന്നപ്പോൾ കേന്ദ്ര നേതാക്കന്മാരുടെ മുമ്പിൽ മുഖം രക്ഷിക്കാൻ അവർ ആസൂത്രണം ചെയ്യുന്നൊരു സംഭവമാണിത്. ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ ചെയ്തുകൊണ്ടൊന്നും അവരുടെ അഴിമതി പ്രശ്നം തേച്ചു മാറ്റി കളയാൻ കഴിയില്ല. ഇത്തരം സംഭവങ്ങൾ നടത്തിക്കൊണ്ട് CPMനെ തകർക്കാമെന്നും RSS കരുതണ്ട, BJP കരുതണ്ട. ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ കേരളത്തിൽ അവരിപ്പോൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊലപാതകങ്ങൾ, വീടുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, 13 CPM പ്രവർത്തകന്മാരെ തന്നെ അവർ കൊലപ്പെടുത്തി. 200-ലേറെ CPM പ്രവർത്തകന്മാർക്ക് ഈ ഒരു വർഷത്തിനിടയിൽ പരിക്കേറ്റ് ആസ്പത്രിയിൽ കഴിയേണ്ടി വന്നു. നിരവധി വീടുകൾ ആക്രമിച്ചു. ഇത്തരം തുടർച്ചയായ സംഭവങ്ങൾ ചെയ്ത് കേരളത്തിൽ CPMനെ തകർക്കുക, അതുവഴി കേരളത്തിലെ മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുക, ഈ നീക്കമാണ് RSSൻ്റെ സംഭവ പരമ്പരകൾക്ക് പിറകിലുള്ളത്. ഇത് അപലപനീയമാണ്. ഏത് സംഭവവും ആക്രമണം നടത്താൻ പാടില്ലെന്നാണ് സർവകക്ഷി യോഗം തന്നെ തീരുമാനിച്ചത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ജില്ലയിലെ ആക്രമണത്തിന് തുടക്കം കുറിച്ചത് RSS ആണ്. ആദ്യമായിട്ട് ഒരു വീടിന് നേരെ ജില്ലയിൽ ആക്രമണം നടന്നത് കാട്ടാക്കട ശശിയുടെ വീട്ടിന് നേരെയാണ്. ഓഫീസിന് നേരെ ആക്രമണം നടന്നത് ബീരണകാവ് ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെയാണ്. അതിനെ തുടർന്ന് ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. എല്ലാ സംഭവങ്ങളും ഒഴിവാക്കപ്പെടേണ്ടതാണ്. എന്തെല്ലാം പ്രകോപനം ഉണ്ടായാലും നമ്മൾ ഇത്തരം സംഭവങ്ങളിലേക്ക് നീങ്ങാൻ പാടില്ല എന്നതാണ് പൊതുവിൽ സർവകക്ഷി യോഗം, മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗമെടുത്ത തീരുമാനം. അതിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങൾ എന്തുകൊണ്ടുണ്ടായി എന്നുള്ളത് ഓരോന്നും പ്രത്യേകം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആക്രമണങ്ങൾക്കെതിരായിട്ടുള്ള പൊതു സമൂഹത്തിൻ്റെ മനസ്സാക്ഷി ഉണരണമെന്നതാണ് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് ചേർത്ത സർവകക്ഷി യോഗം ആഹ്വാനം ചെയ്തത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അത് BJP ഓഫീസിന് നേരെ നടന്നു എന്ന് പറയുന്ന സംഭവവും അതും അപലപനീയമാണ്. അത്തരത്തിലുള്ള ആ സംഭവം ഒഴിവാക്കപ്പെടേണ്ടതാണ്. അതാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇതിനെ പ്രതിരോധിക്കുക എന്നാണ് CPM ഉദ്ദേശിക്കുന്നത്. ബിനീഷ് താമസിക്കുന്ന വീടിന് നേരെ ഉണ്ടായ ആക്രമണം അത് താങ്കളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ബിനീഷിനെ അവർക്ക് ലക്ഷ്യമുണ്ട് ഇപ്പോൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് ഈ വീട് അവർ ലക്ഷ്യമാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. ഞാൻ AKG ഫ്ലാറ്റിന് നേരെയും അവിടെയും താമസിക്കുന്നുണ്ട്. AKG ഫ്ലാറ്റിൽ അവർ ഇന്നലെ ലക്ഷ്യമിട്ടിരുന്നു എന്നുള്ളത് സംശയിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ABVP ഒരു മാർച്ച് നിശ്ചയിച്ചിരുന്നു യൂണിവേഴ്സിറ്റി കോളേജിലേക്ക്. അത് അവസാന നിമിഷം RSS നേതൃത്വം ഇടപെട്ട് മാറ്റിവെപ്പിച്ചതായിട്ടാണ് ABVP നേതൃത്വം തന്നെ അറിയിച്ചത്. ഇന്നലെ ഒരു ആക്രമണം നടത്തി അതിന് ഇന്നത്തെ ആക്രമണത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ കരുതാൻ പറ്റും? അല്ല, അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചാലേ പറയാൻ സാധിക്കുള്ളൂ.
RSS എന്ത് നടത്തുന്നതും അവരൊരു പ്ലാനോട് കൂടിയേ നടത്തുള്ളൂ. അവർക്ക് ഇന്നേ ദിവസം ഇന്ന് നടത്തണം എന്നൊക്കെയുള്ളൊരു പദ്ധതി ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ അവരങ്ങനെ ചെയ്തിട്ടുണ്ടായിരിക്കും. CPM RSS പ്രവർത്തകർ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുകയാണ് ഇന്ന്. ഇതെങ്ങനെ CPM നേരത്തെ എന്ത് നിർദ്ദേശമാണ് പ്രവർത്തകർക്ക് നൽകിയത്? അല്ല, അക്രമങ്ങൾ ഒഴിവാക്കണമെന്നുള്ളതാണ് CPMൻ്റെ നിർദ്ദേശം. ആക്രമണങ്ങൾ ഒന്നിനൊരു പരിഹാരമല്ല. സമാധാന അന്തരീക്ഷത്തിൽ പ്രവർത്തനം നടത്തുമ്പോഴാണ് CPM ശക്തിപ്പെടുന്നത്. അപ്പം എതിരാളികൾ ആക്രമണം നടത്തുന്നത് അവർക്ക് ജനങ്ങളുടെ പിന്തുണ കിട്ടാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് CPIM ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് മാറാൻ പാടില്ല. അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിയാണ് CPM ചെയ്യേണ്ടത്. സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം CPM പ്രവർത്തകന്മാർ. വീട്ടിൽ നടത്തിയ ആക്രമണം നടത്തിയവരെ കുറിച്ചുള്ള എന്തെങ്കിലും വിവരം ലഭിച്ചിട്ടുണ്ടോ? രാത്രി നടത്തിയ ആക്രമണമാണല്ലോ, അപ്പോൾ അത് പോലീസ് കണ്ടെത്തണം ആരാണ് നടത്തിയെന്നുള്ളത്. CCTV ക്യാമറ ഉണ്ടായിരുന്നു? ഇവിടെ CCTV ക്യാമറ ഇല്ല. ഇപ്പോൾ എല്ലാ വീട്ടിൻ്റെ മുമ്പിലും CCTV ക്യാമറ വെച്ചിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു നില ഉണ്ടാക്കണമെന്നാണ് RSS ഉദ്ദേശിക്കുന്നതുകൊണ്ട് അവരുടെ സ്ഥലത്തൊക്കെ തന്നെ CCTV ക്യാമറ വെച്ചിട്ടുമുണ്ട്. BJP ഓഫീസും അവരുടെ നേതാക്കന്മാരുടെ വീട്ടിലൊക്കെ CCTV ക്യാമറ വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. പക്ഷെ നമ്മളേതായാലും അത് അങ്ങനെ CCTV ക്യാമറ ഇവിടെ ഉണ്ടായിട്ടില്ല. RSSൻ്റെ ആസൂത്രിത നീക്കമാണ് ഇന്നത്തെ ആക്രമണം. അത് CPM പ്രവർത്തകർക്കും നേതാക്കന്മാരുടെ വീടുകൾക്ക് ഓഫീസിന് നേരെ നടത്തുന്ന ആക്രമണം ഇതിൻ്റെ ഭാഗമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വസതിയിലെ ബീനീഷ് കോടിയേരി താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വസതിയിലെ 3 കാറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. അതിൽ ഒപ്പം പുലർച്ചെ 3:30 കോടിയേരിയുടെ മകൻ താമസിക്കുന്ന ഈ വസതിയിലെ ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർക്കുകയായിരുന്നു. ജനൽ ചില്ലുകൾ എറിഞ്ഞു തകർക്കുകയും വലിച്ചെറിഞ്ഞതായും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. 2 കാറുകളുടെയും